നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിനെ അടിമുടി കുടുക്കിയിട്ട് സ്വയം തടി തപ്പിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതല്ലെങ്കിലും മുഖ്യൻ അങ്ങനെയാണല്ലോ, കൂട്ടത്തിലുള്ളവരുടെ കാല് വാരിയിട്ട് സ്വയം അങ്ങ് സേഫ് സോണിലെത്തും. ഇവിടെയും വിഷയം മുഖ്യമന്ത്രിയുടെ അതിദൂർത്ത് തന്നെയാണ്. പിണറായി വിജയന്റെ ഈ ദൂർത്തിന് കെ.എൻ. ബാലഗോപാൽ എന്തിന് കൊടി പിടിക്കുന്നു എന്നുള്ള ചോദ്യം ഉയർന്നിരിക്കുകയാണ്. ധനമന്ത്രി ജനങ്ങളോട് കുറച്ചെങ്കിലും ഒരു മര്യാദ കാണിക്കണമെന്നും ധാർമ്മികത കാണിക്കണം എന്നുള്ള വിമർശനം ശക്തമാകുകയാണ്. ധനമന്ത്രി ഇപ്പോൾ കേരളത്തിന്റെ ധനമന്ത്രിയാണോ അതോ തായ്ക്കണ്ടിയിൽ കുടുംബത്തിന്റെ ധനമന്ത്രിയാണോ എന്നുള്ള വിമർശനവും ശക്തമാകുന്നു. സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നതിനിടെ നിയമസഭാ മന്ദിരത്തിലെ ഊട്ടുപുര നവീകരിക്കാൻ സർക്കാർ ചെലവാക്കുന്നത് 7.5 കോടി രൂപയാണ്. കാലാവധി കഴിയാൻ 9 മാസം മാത്രം ബാക്കി നിൽക്കെ മുഖ്യമന്ത്രി താമസിക്കുന്ന ക്ലിഫ് ഹൗസ് ഉൾപ്പെടെയുള്ള സർക്കാർ മന്ദിരങ്ങൾ നവീകരിക്കാൻ കോടിക്കണക്കിന് രൂപയാണ് സർക്കാർ ചെലവാക്കുന്നത്. ലൈഫ് മിഷൻ വീട് നിർമ്മിക്കാനുള്ള തുകയേക്കാൾ കൂടുതൽ ചെലവിട്ടാണ് ക്ലിഫ് ഹൗസിൽ ചാണകക്കുഴി വരെ നിർമ്മിച്ചത്. അതായത് ആ ചാണകക്കുഴിയുടെ വില പോലും കേരളത്തിലെ ജനങ്ങൾക്ക്, ഒരു പാവപ്പെട്ടവന്, ഒരു കൂരയില്ലാത്തവന് കൂര വെച്ച് കൊടുക്കുന്നതിന് സർക്കാർ കാണിക്കുന്നില്ല എന്നുള്ള വിമർശനം ശക്തമാകുന്നു. പിണറായി വിജയന്റെ ഈ ദൂർത്ത് കണക്കുകൾ കൊണ്ടുവരുമ്പോൾ എന്തിന് ബാലഗോപാൽ അതിനെല്ലാം ഒത്തു നിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാന ചോദ്യം. ഓണത്തിന് ഖജനാവിൽ നയാ പൈസ ഇല്ലാതെ വന്നപ്പോൾ വീണ്ടും കടമെടുക്കുകയാണ് ചെയ്തത്. ഇനി ആ തുകയും കൂടി പിണറായി വിജയന്റെ സൗകര്യത്തിന്, കുടുംബത്തിന്റെ ആവശ്യത്തിന് വേണ്ടി പുട്ടടിക്കാനാണോ എന്നുള്ള ചോദ്യവും, അതിന് ഉത്തരം ബാലഗോപാൽ തന്നെ പറയണം എന്നുള്ള ഒരു വിമർശനവും ഉയരുന്നു. നിയമസഭയിലെ ഡൈനിങ് ഹാൾ നവീകരിക്കുന്നതിന് 7.40 കോടി രൂപയുടെ ഭരണാനുമതിയാണ് കഴിഞ്ഞ ദിവസം സർക്കാർ നൽകിയത്. നിർമ്മാണത്തിനായി അംഗീകൃത ഏജൻസികളിൽ നിന്ന് താൽപര്യപത്രം ക്ഷണിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം നിയമസഭാ സെക്രട്ടേറിയറ്റ് പുറത്തിറക്കി. നിയമസഭാ മന്ദിരത്തിന്റെ സെല്ലാറിലുള്ള ഡൈനിങ് ഹാളാണ് നവീകരിക്കുന്നത്. സഭയുടെ 25ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായാണ് ഡൈനിങ് ഹാളിന് ആധുനിക മുഖം നൽകുന്നത്. നവീകരണ പ്രവൃത്തികളിൽ തറയിൽ ഇറ്റാലിയൻ മാർബിൾ പാകുന്നത്, പാനലിംഗ്, ഗ്ലാസ്, പാർട്ടീഷനുകൾ, എയർ കണ്ടീഷനിംഗ്, ഇലക്ട്രിക്കൽ ജോലികൾ എന്നിവ ഉൾപ്പെടുന്നു. ഏറ്റവും കൂടുതൽ തുക ചെലവഴിക്കുന്നത് തറയിൽ ഇറ്റാലിയൻ മാർബിൾ പാകാനാണ്. ഇതിനായി 1.41 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. പാനലിംഗ്, ഗ്ലാസ്, പാർട്ടീഷൻ ജോലികൾക്ക് 1.17 കോടി രൂപയും പ്രീമിയം കർട്ടനുകൾക്കായി 21.10 ലക്ഷം രൂപയും ചെലവ് കണക്കാക്കുന്നു. കെട്ടിട നിർമ്മാണ മേഖലയിൽ മതിയായ പരിചയമുള്ള അംഗീകൃത ഏജൻസികളെയാകും തെരഞ്ഞെടുക്കുക. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസ് 2ാം പിണറായി സർക്കാർ അധികാരമേറ്റ 2021 മുതൽ നവീകരിക്കാൻ ഇതുവരെ 4 കോടിയോളം രൂപ ചെലവായിട്ടുണ്ട്. 14 പ്രധാന നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇക്കാലയളവിൽ ക്ലിഫ് ഹൗസിൽ നടന്നത്. ലിഫ്റ്റ്, കാലിത്തൊഴുത്ത്, കക്കൂസ്, കുളിമുറി നവീകരണം, അടുക്കളയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, വിശ്രമമുറിയുടെ നവീകരണം, പെയിന്റിംഗ്, മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലെ ഓഫീസ് റൂം നവീകരണം തുടങ്ങി പ്രവൃത്തികൾക്കാണ് മരാമത്ത് വകുപ്പ് മുഖേന നടന്നത്. പെയിന്റിങ്ങിന് മാത്രം 12 ലക്ഷം രൂപ ചെലവായി. ടൂറിസം വകുപ്പിന്റെ കീഴിലാണ് ക്ലിഫ് ഹൗസ് അടക്കമുള്ള മന്ത്രി മന്ദിരങ്ങൾ. മരാമത്ത് വകുപ്പിന് പുറമെ ഏകദേശം 2 കോടി രൂപയുടെ പ്രവൃത്തികൾ ക്ലിഫ് ഹൗസിൽ ടൂറിസം വകുപ്പും നടത്തി. ക്ലിഫ് ഹൗസിലെ നീന്തൽക്കുളം, പൂന്തോട്ടം, വെള്ളം, വൈദ്യുതി മുതലായവയുടെ ചുമതല ടൂറിസം വകുപ്പിനാണ്. ക്ലിഫ് ഹൗസിലെ ചാണകക്കുഴി നിർമ്മാണത്തിന് മാത്രം 4.25 ലക്ഷം രൂപയാണ് ചെലവായത്. 3.72 ലക്ഷം രൂപയ്ക്കാണ് ടെൻഡർ ക്ഷണിച്ചിരുന്നത്. എന്നാൽ പണി പൂർത്തിയായപ്പോൾ ടെൻഡർ തുകയേക്കാൾ 68,000 രൂപ കൂടുതൽ ചെലവായി. ഒരു ലൈഫ് മിഷൻ വീട് നിർമ്മിക്കാനുള്ള തുകയേക്കാൾ മുഖ്യമന്ത്രിയുടെ ചാണകക്കുഴി നിർമ്മിക്കാൻ എടുത്തിട്ടുണ്ട്. പുതിയ സർക്കാർ അധികാരമേൽക്കുമ്പോൾ മന്ത്രിമാർ അവരുടെ ഔദ്യോഗിക വസതികളിലും ഓഫീസുകളിലും അറ്റകുറ്റപ്പണിയും മാറ്റങ്ങളും നിർദ്ദേശിക്കാറുണ്ട്. ഇതനുസരിച്ച് പൊതുമരാമത്ത് വകുപ്പ് എസ്റ്റിമേറ്റ് തയ്യാറാക്കി ടെൻഡർ നൽകും. അടിയന്തരമായി ചെയ്യേണ്ട ജോലികളായതിനാൽ ടെൻഡർ വിളിക്കാതെ സർക്കാരിന്റെ അക്രഡിറ്റഡ് കരാറുകാർക്ക് നിർമ്മാണ ചുമതല കൈമാറുകയാണ് പതിവ്. എന്നാൽ സർക്കാർ ഏറ്റവും അധികം വിമർശനത്തിന് വിധേയമാകുന്നതും ഇത്തരം അറ്റകുറ്റപ്പണികളുടെയും മോടി പിടിപ്പിക്കലിന്റെയും പേരിലാണ്. ക്ലിഫ് ഹൗസിൽ നീന്തൽക്കുളം നിർമ്മിച്ചതായിരുന്നു മുഖ്യമന്ത്രിയായിരിക്കെ കെ കരുണാകരനെ വേട്ടയാടിയ മുഖ്യ വിമർശനങ്ങളിലൊന്ന്. VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് വൻതുക മുടക്കി മന്ത്രിമന്ദിരങ്ങൾ മോടി പിടിപ്പിച്ചത് വിവാദമായതോടെ അന്ന് മന്ത്രിമാരായിരുന്ന കോടിയേരി ബാലകൃഷ്ണനും സി ദിവാകരനും കൂടുതൽ ആരോപണങ്ങൾ ഒഴിവാക്കാൻ ഔദ്യോഗിക വസതി വിട്ട് സ്വന്തം വീടുകളിലേക്ക് മാറിയിരുന്നു.
കോടിയേരി 17 ലക്ഷം രൂപയും ദിവാകരൻ 11 ലക്ഷം രൂപയുമാണ് അന്ന് നവീകരണത്തിനായി ചെലവിട്ടത്. നവീകരണം വിവാദമായതിനെ തുടർന്ന് അന്വേഷിക്കാൻ സർക്കാർ വിജിലൻസിനെ നിയോഗിച്ചു. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിർദ്ദേശിച്ച പ്രകാരമായിരുന്നു അറ്റകുറ്റപ്പണിയെന്നായിരുന്നു രേഖാസഹിതം പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ വിജിലൻസിനെ അറിയിച്ചത്. എന്നാൽ തീരുമാനിച്ചതിനേക്കാൾ കൂടുതൽ പണി ചെയ്തെന്ന് ചൂണ്ടിക്കാട്ടി പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരെ സർക്കാർ സസ്പെൻഡ് ചെയ്തിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ 4.3 കോടി രൂപയാണ് ഭരണമേറ്റപ്പോൾ മന്ത്രിമന്ദിരങ്ങൾ നവീകരിക്കാൻ ചെലവാക്കിയത്. അതിന്റെ ഇരട്ടിയാണ് ഇപ്പോൾ പിണറായി ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിലാണ് വിമർശനം ശക്തമാകുന്നത്. ഖജനാവ് കാലിയായി നിൽക്കുകയാണ്. പണമില്ലാത്തതുകൊണ്ട് പല പദ്ധതികളും പാതി വഴിയിൽ കിടക്കുകയാണ്. അപ്പോഴും സ്വന്തം കാര്യം നോക്കി ധൂർത്ത് നടത്തുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനങ്ങളെ വീണ്ടും പട്ടിണിയിലാക്കുകയാണെന്നും ജനങ്ങളുടെ കയ്യിൽ കൈയിട്ട് വാരുകയാണെന്നും വിമർശനം ശക്തമാകുകയാണ്. ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ സർക്കാർ എന്ന് പറയുമ്പോൾ ജനങ്ങളെ തന്നെ ദുരിതത്തിലാക്കിക്കൊണ്ടാണ് സർക്കാരിൻ്റെ പല പ്രവർത്തനങ്ങളും നടക്കുന്നത്. ഇനിയും ഇത്തരത്തിലുള്ള ധൂർത്തുകൾ സഹിക്കാൻ കഴിയില്ല എന്നാണ് വിമർശനം ഉയരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഓണത്തിന് വേണ്ടി കടമെടുക്കേണ്ടി വന്ന ഒരവസ്ഥയിലാണ് കേരളം നിൽക്കുന്നത്. കടമെടുപ്പോട് കടമെടുപ്പാണ്. തലയ്ക്ക് മുകളിൽ കടത്തിൻ്റെ ഭാരമാണ് മലയാളികൾക്ക്. ഇനിയും എത്ര കാലം ഇങ്ങനെ സഹിക്കേണ്ടി വരുമെന്നും കട്ടുമുടിച്ചിട്ടേ പിണറായിയും കൂട്ടരും ഇറങ്ങൂ എന്നുള്ള പൊട്ടിത്തെറിയാണ് ഇപ്പോൾ കേരളത്തിൽ ഉണ്ടാകുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.